വെരി എക്സൈറ്റിംഗ് റിസൾട്ട് എന്ന് വേണം പറയാം. കാരണം ഒരു സാധാരണക്കാരനാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു റിസൾട്ടിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹാപ്പി ന്യൂസാണ്. കഴിഞ്ഞ 1.5 മാസമായി സെയിം ക്ലിനിക്ക് കോഴിക്കോട് ഓപ്പൺ ചെയ്തു. കോഴിക്കോട് സർജറി സ്റ്റാർട്ട് ചെയ്തു, PRP എല്ലാം സംഭവം സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. 2024 കഴിഞ്ഞും 2025 സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു പോസിറ്റീവ് തുടക്കമാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ 2025 ആദ്യത്തെ വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിസൾട്ടിൻ്റെ വീഡിയോ ആണ്. അത് വെരി എക്സൈറ്റിംഗ് റിസൾട്ട് എന്ന് വേണം പറയാം. കാരണം ഒരു സാധാരണക്കാരനാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു റിസൾട്ടിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഫ്രം ദ ബിഗിനിങ്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓരോ മാസത്തെ ഗ്രോത്തും ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് കാണിക്കുക. അതേപോലത്തെ വീഡിയോൻ്റെ അടുത്ത സെക്ഷൻ അദ്ദേഹം തന്നെ വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്, അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെരി വെരി എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര് മഞ്ചേഷ് എന്നാണ്. ബിഫോർ ഫോട്ടോസ് ഒന്ന് നോക്കാം. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. 7 ഗ്രേഡ് കഷണ്ടിയാണ്. 7 ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കഷണ്ടിയാണ്. ഓക്കെ, ഞാൻ ഇദ്ദേഹത്തിനെ പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു 2019 വരെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് ആദ്യം കാണിക്കാം. ഇതായിരുന്നു എൻ്റെ ഫോട്ടോസ്. 2019 ഒക്ടോബർ 4-ാം തീയതിയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്യുന്നതിന് മുമ്പ് വളരെ വീക്ക് ഡോണർ ഏരിയയുടെ ക്വാളിറ്റി നല്ലതായിരുന്നു. ഒരു ഗ്രാഫ്റ്റിൽ 5-6 മുടിയൊക്കെ ഒരു ഗ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. സോ 2 സെക്ഷനായിട്ടാണ് എൻ്റെ സർജറി കഴിഞ്ഞത്. ആദ്യത്തെ സിറ്റിംഗ് ചെയ്തത് 2019 പൂനെയിൽ വെച്ചിട്ടാണ് ആദ്യം സർജറി ചെയ്തത്. ഞാൻ ഒരുപാട് 30ഓളം ക്ലിനിക്കിൽ റിസർച്ച് ചെയ്ത ശേഷമാണ് ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്തതും സർജറി ചെയ്തത്. ഓക്കെ, അങ്ങനെ റിസൾട്ട്സ് വരാൻ തുടങ്ങി. ഞാനും എല്ലാവരും പോലെ സാധാരണക്കാരനാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത റിസൾട്ട് വന്ന ശേഷമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊരു വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇറക്കിയത്. അങ്ങനെയാണ് ഒരു യൂട്യൂബറായിട്ട് മാറിയത്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ സർജറി 5000 ഗ്രാഫ്റ്റ് ആയിരുന്നു. താടിയതും ചെസ്റ്റും തലയുടെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് എൻ്റെ സർജറി ചെയ്തത്. ഓക്കെ, പിന്നീട് ആ ഒരു സർജറി റിസൾട്ട്സ് കണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർ സർജറി ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അങ്ങനെ ആ ക്ലിനിക്ക്, ഞാൻ സർജറി ചെയ്ത ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ 2ാമത്തെ സെക്ഷൻ ഞാൻ കൊച്ചിയിൽ ചെയ്തു. 2020 കൊച്ചിയിൽ സെക്കൻഡ് സെക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ സെയിം ക്ലിനിക്ക് ട്രിവാൻഡ്രം ഓപ്പൺ ചെയ്തു. അതേപോലെ തന്നെ വെരി ഹാപ്പി ന്യൂസാണ്. കഴിഞ്ഞ 1.5 മാസമായി സെയിം ക്ലിനിക്ക് കോഴിക്കോട് ഓപ്പൺ ചെയ്തു. കോഴിക്കോട് സർജറി സ്റ്റാർട്ട് ചെയ്തു, PRP എല്ലാം സംഭവം സ്റ്റാർട്ട് ചെയ്തു. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സർജറി സ്റ്റാർട്ട് ചെയ്തു. യെസ്, സർജറി സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിയിൽ നിന്ന് വന്ന ടീമാണ് കോഴിക്കോട് സർജറി ചെയ്യുന്നത്. സോ അതും നല്ലൊരു കാര്യമാണ്. സോ ഇതാണ് എൻ്റെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ജേർണി എന്നുള്ളത്. അപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. അത് VVIP മുതൽ സാധാരണക്കാർ വരെ ഒരുപാട് ആൾക്കാർ, സിനിമാ നടനും സീരിയൽ ആക്ട്രസും ബിസിനസ്സുകാരും ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഫ്രം UK, US, അയർലാൻഡ്, എവിടെയൊക്കെ മലയാളികളുടെ അവിടെയൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സാധാരണക്കാർ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് മഞ്ചേഷ് എന്ന് പറയുന്ന ഒരു പയ്യന്നൂറുകാരൻ്റെ ഒരു റിസൾട്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ലയാണ്. ആൻഡ് ഓട്ടോ ഡ്രൈവറാണ്. ഓക്കെ, ഇതിൻ്റെ ബിഫോർ ഫോട്ടോസ് ഞാൻ കാണിക്കാം. നോക്കി, നല്ല രീതിയിൽ കഷണ്ടിയുണ്ട്, ഡോണർ ഏരിയ അത്യാവശ്യത്തിനുണ്ട്. പക്ഷേ ഫ്രം ദ ഹെയർ ലൈൻ മുതൽ ബാക്ക് വരെ കംപ്ലീറ്റ് കഷണ്ടിയാണ്. ക്രൗൺ വരും 7 ഗ്രേഡ് കഷണ്ടി. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഗ്രാഫ്റ്റുകളുണ്ട്. പക്ഷേ അത് വലിയ ക്വാളിറ്റി ഒന്നുമല്ല. സോ ഇദ്ദേഹത്തിന് അത്ര എമൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, സാധാരണക്കാരനാണ്. സോ ഇങ്ങനത്തെ കേസിൽ എന്താണ് നല്ലതെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. 2 ഘട്ടമായിട്ട് സർജറി ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. കാരണം ഫ്രണ്ട് ഏരിയ ആദ്യം ചെയ്യുക, ക്രൗൺ ഏരിയ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇദ്ദേഹം സെയിം ഇതാണ് ഓപ്റ്റ് ചെയ്തത്. സോ ഫ്രണ്ട് ഏരിയ സർജറി ചെയ്തും 3000 ഗ്രാഫ്റ്റാണ്, 3000 ഗ്രാഫ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെയർ ലൈൻ ഡ്രോ ചെയ്തതും അതേപോലെ നോക്കി നിങ്ങളെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് ഞാൻ. അതായത് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് നല്ല ഡെൻസിറ്റിയിൽ. ആൻഡ് ക്രൗൺ ഏരിയ ഒന്നും ചെയ്തില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓരോ മാസത്തെ റിസൾട്ട്സാണ്. സോ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്, ഓരോ മാസം ഗ്രോത്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പല ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ടെൻഷൻ അടിക്കാറുണ്ട്. 2 മാസം 3 മാസം റിസൾട്ട് വന്നില്ല, 4 മാസം ഡെൻസിറ്റി വന്നില്ല. അപ്പം അതിനുള്ള ഒരു ആൻസറാണ് ഈ വീഡിയോ. നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫസ്റ്റ് മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ദിവസം തൊട്ട് 4-4.5 മാസം വരെ ഇനീഷ്യൽ ഷെഡിങ് ഫേസാണ്. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഹെയർ അല്ല, ഹെയറിൻ്റെ റൂട്ടാണ്. ഹെയറിൻ്റെ റൂട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിൻ്റെ അറ്റത്ത് കുറച്ച് ചെറിയൊരു മുടി ഉണ്ടാവും. ആ മുടി കുറച്ച് വളർന്നിട്ട് അത് പൊഴിഞ്ഞു പോവാം. ഓക്കെ, അത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല പൊഴിഞ്ഞു പോകുന്നത്. ചിലർക്ക് 10% പോവാം, ചിലർക്ക് 50% പോവാം, ചില ആൾക്ക് 100% പോവാം. നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണോ അങ്ങനെ ആവാം. ചില ആൾക്ക് പോവേയില്ല, തനിയെ ഗ്രോ ആവും. സോ ഇങ്ങനെയാണോ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ആൻഡ് ഒരു സർജറി ചെയ്ത് 2 മാസം ആകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഷെഡിങ് ഫേസ് നല്ല രീതിയിലായിട്ടുണ്ട്, നല്ല രീതിയിൽ മുടി പോയിട്ടുണ്ട്. ഡോണറേൻ്റെ അവസ്ഥ ഞാൻ കാണിക്കാം. നല്ല ഡോണറും ഡോണറേൻ്റെ മുടി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ 3 months, ഒരു 3 മാസം ആകുമ്പോൾ റിസൾട്ട്സ് നോക്കിയേ.
കാരണം ഷെഡിങ് ഫേസ് ഇനീഷ്യൽ ഷെഡിങ് കഴിഞ്ഞ് ചെറിയതായിട്ട് ഗ്രോത്ത് വരാൻ തുടങ്ങി ഒരു കറുത്ത കളർ നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ മാസത്തെ റിസൾട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വരാൻ പോവാണ് ഒരു 4 മാസം ആകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു. 3 മാസം 4 മാസം നല്ല ഡിഫറൻസ് വന്നു. ആൻഡ് ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു 5 മാസം ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും. ദ റിസൾട്ട്സ് പിന്നെയും ഡെൻസിറ്റി കൂടി. ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു 50% റിസൾട്ട് വരുന്നതെന്ന് ഒരു 6 മാസം ആകുമ്പോഴാണ്. 6 മാസം ആകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട്സ് നോക്കിയേ, നല്ല റിസൾട്ട്സ് 6 മാസം ആകുമ്പോൾ തന്നെ വിസിബിൾ ആവാൻ തുടങ്ങി. ഹെയർ ലൈനിൽ ഫോർമേഷനായി. ഓക്കെ, ആൻഡ് സർജറി ചെയ്തു ഏകദേശം ഒരു 6 മന്ത്സ് 7 മന്ത്സ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഓരോ മാസത്തെ ഗ്രോത്ത് കാണിക്കുകയാണ്. സോ ഒരാൾക്ക് കൺഫ്യൂഷൻ ഇല്ല, എന്താ പറയുക, മാജിക് അല്ല. ഇത് ഓരോ മാസം ഘട്ടമായിട്ട് എങ്ങനെയാണ് മുടി വളരുന്നതെന്ന് പച്ചക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരാൻ പോവാണ് 8-ാമത്തെ മാസം. 8-ാമത്തെ മാസം ഇങ്ങനെ ഉണ്ടാവും. 8-ാമത്തെ മാസം പ്രത്യേകം ഒരു 80% റിസൾട്ട് വരും. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയയിൽ കവറായി. ആൻഡ് ഫ്രണ്ടിൽ ഏകദേശം ആൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരാൻ പോകുന്നത് 9 മന്ത്സ് ആണ്. 9 മന്ത്സ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഫുൾ റിസൾട്ട് വരുന്നത് 1 ഇയർ ആണ്. ഫ്രണ്ട് ഏരിയയിൽ, ക്രൗൺ ഏരിയയിൽ ഇറ്റ് വിൽ ടേക്ക് 1.5 ഇയേഴ്സ്, മേ ബി ഒരു 1.5 വർഷമൊക്കെ എടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് വരാൻ പോകുന്നത് 10-ാമത്തെ മാസത്തെ റിസൾട്ട്സ് ആണ്. ദ റിസൾട്ട്സ് 10-ാമത്തെ മാസം. ആൻഡ് വെരി എക്സൈറ്റിംഗ് ആണ്. ഇദ്ദേഹം സർജറി ചെയ്ത് ഇന്നേക്ക് 11 മാസം കംപ്ലീറ്റ് ചെയ്തു. 11 മാസം ആകുമ്പോൾ ദ റിസൾട്ട്സ് അടിപൊളി റിസൾട്ട്സ് ആണ്. നല്ല രീതിയിൽ ഹെയർ വന്നു. ആൾമോസ്റ്റ് 19% റിസൾട്ട് വന്നു കഴിഞ്ഞു. പിന്നെ ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ ഫുൾ റിസൾട്ട് ആവും. സോ 2024 നിന്ന് 2025 മഞ്ജേഷ് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് കഷണ്ടി എന്ന വിളിയും ഓരോ ആൾക്കാർക്ക് അറിയാം അവരുടെ ഫീലിംഗ് എന്താണെന്ന്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, കഷണ്ടി ആയ ഒരു വ്യക്തിക്ക് കഷണ്ടി ആയ ഒരാളുടെ ഫീലിംഗ് മനസ്സിലാവും എന്നുള്ളത്. സോ മഞ്ജേഷ് നമുക്കൊരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് കാണാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കാം. ഓക്കെ, സോ ഓവർ ടു ദ വേർഡ്സ് ഓഫ് മഞ്ജേഷ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് മഞ്ജേഷ്. ഞാൻ കണ്ണൂർ പയ്യന്നൂരാണ് സ്വദേശം. ഞാൻ ലാഡ സിറ്റിയിൽ നിന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിപ്പോൾ 11 മാസത്തോളമായി. ഏകദേശം കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് നല്ല രീതിയിലുള്ള മുടി വീഴ്ച എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ തലയുടെ ഫ്രണ്ട് ഏരിയ ഏകദേശം കംപ്ലീറ്റോളം മുടി പോയി. അപ്പോൾ തന്നെ ഞാൻ പല എണ്ണകളും തേച്ചിട്ടുണ്ടായിരുന്നു. പല പരസ്യം കണ്ടും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു തന്നതും ഒക്കെ പല എണ്ണകൾ തേച്ചു. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു 4 വർഷം മുമ്പാണ് എൻ്റെ സുഹൃത്ത് വിനീതേട്ടൻ, അദ്ദേഹം ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് തലയിൽ മുടി വെച്ച് പിടിപ്പിക്കുന്നത്, അപ്പം നീ അതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ അത്ര ഒരു ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്തെങ്കിലും തലയിൽ സർജറി പോലെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ കാര്യങ്ങൾ, ആ ഒരു പേടിയിലായിരുന്നു. പിന്നീട് അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞ് വിനീതേട്ടൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, അപ്പോൾ അതിലൊന്നും പേടിക്കാനൊന്നുമില്ല, നീയും ചെയ്യണം. കാരണം ഒരു മുടിയില്ലാത്ത ആളെ ദുഃഖം മറ്റൊരു മുടിയില്ലാത്ത ആൾക്ക് മനസ്സിലാവും. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ അപ്പം അദ്ദേഹമാണ് എന്നോട് ലാഡൻ സിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നത്. കേരളത്തിലെ ബെസ്റ്റ് ക്ലിനിക്കാണ്. അപ്പം ആ ക്ലിനിക്കിൽ ഫസ്റ്റ് ചെയ്തൊരാള് കാസർഗോഡ് സത്യനാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കണം, നിന്റെ സംശയമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അത് കൂടാണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോ യൂട്യൂബിലുണ്ട്. ഒരാളെ അനുഭവങ്ങളില്ലേ, ഒരാളെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ അനുഭവങ്ങളില്ലേ, അതൊക്കെ കണ്ടാൽ നിന്റെ സംശയങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യേട്ടനെ വിളിച്ചു. സത്യേട്ടൻ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നു. ഇങ്ങനെയാണ്, ഒന്നും പേടിക്കാനൊന്നുമില്ല. അതിനുശേഷം ഞാൻ സത്യേട്ടൻ്റെ വീഡിയോകൾ കുറേ കണ്ടു. ഒരാളെ അനുഭവങ്ങളില്ലേ, ഓരോ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയിലെ ഓരോ ആളുകളെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അനുഭവം, അവരെ റിസൾട്ട് ഒക്കെ കണ്ടു. ഈ സത്യേട്ടനോട് ചോദിച്ച പോലെ തന്നെ എല്ലാ സംശയങ്ങളും ഞാൻ ഡോക്ടറോടും ചോദിച്ചു. ഡോക്ടർ എൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു, പേടിക്കാനുള്ള ജസ്റ്റ് ഒരു സർജറി പോലെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പറിച്ച് നടന്നു, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ പേടിക്കേണ്ടതൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഡിസംബർ ഒരു പകുതി ആകുമ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 6th 7th ഗ്രേഡ് വരെ ആയി എൻ്റെ മുടി പോയിട്ട്. ഏകദേശം ആ ഒരു രീതിയിലേക്ക് തന്നെ മുടിയെല്ലാം പോയിട്ട് എത്തി. ഇനിയിപ്പം ഞാൻ എൻ്റെ ഹെഡിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമാണ് ചെയ്തത്. 3000
ഗ്രാഫ്റ്റ് എന്നെ ക്രൗൺ ഏരിയ കൂടി ചെയ്യാനുണ്ട്. അത് ഏകദേശം 3000 ഗ്രാഫ്റ്റോളം വേണ്ടി വരുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റിസൾട്ടിൽ ഞാൻ തികച്ചും ഹാപ്പിയാണ്. കാരണം മുമ്പത്തെ എൻ്റെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം തലയുടെ ഫ്രണ്ട് ഏരിയ തീരെ മുടി ഇല്ല എന്ന് തന്നെ പറയാം. ആ രീതിയിലേക്ക് മുടി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഞാൻ ഡ്രൈവറാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേര് മറ്റൊരു ക്ലിനിക്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് കണ്ടിട്ട് അവർ എന്നോട് പറഞ്ഞു, നീ ചെയ്ത ക്ലിനിക്കിലെ നമ്പർ വേണം, നമുക്ക് അവിടെ ചെയ്യണം, നല്ല റിസൾട്ടാണ്, നല്ല മാറ്റമുണ്ട് നിനക്ക്. അങ്ങനെ ഇപ്പോൾ അവർ ലാഡം സിറ്റിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം നമുക്ക് നമ്മളൊരു അനുഭവമല്ല, നല്ല അനുഭവമല്ല നമുക്ക് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. താങ്ക് യു. യെസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് കാണുക. സീ ദ സ്മൈൽ ഇൻ ഹിസ് ഫേസ്. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ചിരി കാണുക, എത്ര സന്തോഷവാനാണ്. കാരണം ഒരിക്കലും ജീവിതത്തിൽ മുടി വരില്ല എന്ന് ചിന്തിച്ചിട്ട് എന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് എണ്ണകൾ ഉപയോഗിച്ച ഒരാളായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ പറയട്ടെ, ട്രാൻസ്പ്ലാന്റ്, അതായത് ഹെയറിൻ്റെ റൂട്ട് പോയെടുത്ത് നിങ്ങൾ എണ്ണ ഉപയോഗിച്ചിട്ടോ മരുന്ന് ഉപയോഗിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യണം. റൂട്ട് പോയെടുത്ത് പുതിയ റൂട്ട് വെച്ചാൽ മാത്രമേ മുടി വരുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ഓക്കെ, വെറുതെ നിങ്ങൾ കാശ് കളയരുത്. പക്ഷേ തിന്നിങ് ആയെടുത്തോ മുടി കൊഴിച്ചിലുള്ളിടത്തോ നിങ്ങൾക്ക് ഏതും ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് മുടി വന്നേക്കാം. ഓക്കെ, ഇതാണ് സയൻസ് എന്നുള്ളത്. ഓക്കെ, എന്തായാലും മഞ്ജേഷ് വളരെ ഹാപ്പിയാണ്. അതും ചിന്തിക്കണം, വെറും 3000 ഗ്രാഫ്റ്റിൻ്റെ റിസൾട്ട്സ് ആണ്. ഇവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ കറുത്തവനാണോ വെളുത്തവനാണോ, നിങ്ങൾ ഓട്ടോ ഡ്രൈവറാണോ, ഒരു കൂലിപ്പണിക്കാരനാണോ, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ടറാണോ എന്നുള്ളതിലല്ല കാര്യം. നിങ്ങളുടെ ഹെയറിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നിങ്ങളെ സർജറി എങ്ങനെ ചെയ്തിരിക്കുകയാണ്, ആര് സർജറി ചെയ്തു, ഏത് ക്ലിനിക്കിൽ സർജറി ചെയ്തു, അവർ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്ത്, ഏത് രീതിയിൽ ഏത് മെത്തഡിലാണ് ചെയ്തത്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് തലയിലും മുടി വരും, നിങ്ങളുടെ സർജറി കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ട്രാൻസ്പ്ലാന്റിന് ഒരു കാര്യം ശ്രദ്ധിക്കണം, സെലക്ഷൻ ഓഫ് ദ ക്ലിനിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇദ്ദേഹത്തിന് സർജറി ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഗജാനൻ ജാദവ് അല്ല. ഓക്കെ, അവിടെയുള്ള അതർ ഡോക്ടേഴ്സാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ചാനൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. 2025 ഒരുപാട് ആൾക്കാർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് കഷിൻ്റെ തലയിൽ മുടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും കാരണം വെച്ചാൽ മുടി ഒരു വികാരം തന്നെയാണ്. ഹെയർ വന്ന ശേഷമുള്ള കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരു ടെൻഷൻ പഠിക്കേണ്ട. ഡോണർ ഏരിയ വീക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോണർ ഏരിയയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം ഹെയർ ട്രാൻസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾ വാച്ച് ചെയ്യുക. ഒരുപാട് എക്സൈറ്റിംഗ് റിസൾട്ട്സിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, പല ഇൻഫോർമേഷൻ്റെ വീഡിയോസും വരുന്നുണ്ട്. ഈ ഒരു വർഷത്തിൽ നമുക്ക് അടിപൊളിയാക്കാം. എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് ന്യൂ വീഡിയോ വെരി സൂൺ. താങ്ക് യു വെരി മച്ച്. ബൈ.